മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വലിയൊരു വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ഇടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. Once again, I praise and glorify God for the opportunity that I have to be with you all with the Word of God. നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് ആളുകൾ കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് ഒരു ചെറിയ സന്ദേഹം എനിക്കില്ലാതെയില്ല. എങ്കിലും ഇത്രയും പേർക്ക് ദൈവത്തിന്റെ വലിയൊരു വചനത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഇടയാകുന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. I'm a bit skeptical about the decreasing numbers of the people joining in for the Bible study, but I praise God for all those who could make it and who have joined in. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം പുതിയ നിയമത്തിലെ അധ്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുവാനിടയായി തീർന്നല്ലോ. So we happen to look into how important 1 Corinthians chapter 15 would be in reference to the New Testament. നാം 4-5 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ആ അധ്യായത്തിൽ നിന്നും ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. There are a few things that we happen to meditate which are very important and core in that chapter. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു വിഷയമായിട്ടാണല്ലോ ഇരിക്കുന്നത്. The resurrection of Lord Jesus Christ is a very important thing or an event that has happened. ഇൻട്രഡക്ഷനിൽ നാം ഇപ്പോൾ ഓർത്തതുപോലെ ജീവിതത്തിൽ വൃഥാവായി തീരുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെ കുറിച്ച് പൗലോസ് ഈ അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. As we just listened in the introduction, there are many things that can go in vain in our lives, in our Christian life, that has been reminded here by Apostle Paul. നാം ഓർക്കുണ്ടായി സുവിശേഷം വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. As I told you that the gospel, the work of gospel can go in vain. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സുവിശേഷം വിശ്വസിക്കുവാൻ അവസരമുണ്ടായിട്ട് ആ സുവിശേഷം വിശ്വസിച്ചു, എന്നാൽ കേവലം ഒരു വിശ്വാസത്തിൽ മാത്രം തുടരുവാനിടയായി. അതുകൊണ്ട് ആ സുവിശേഷം രക്ഷയ്ക്ക് പര്യാപ്തമായി തീർന്നില്ലാത്തത് കൊണ്ട് സുവിശേഷം വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. Just merely hearing the gospel, never believing or trusting on the gospel, or never hearing the gospel and transpiring into salvation, that means the gospel has really not worked in you or worked in your heart. സുവിശേഷം വൃഥാവായി തീരാൻ സാധ്യതയുള്ളതുപോലെ തന്നെ നമുക്ക് ലഭിച്ച കൃപ വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. As much as hearing of the gospel not transpiring into salvation, also the grace that has been granted unto us can go in vain. ഞാൻ ആ കാര്യം ഓർമ്മിപ്പിക്കുവാനിടയായി തീർന്നു. നമുക്ക് ആവശ്യമായ കൃപ അതാത് സമയത്ത് നാം ചോദിച്ചു വാങ്ങിക്കുന്നതാണ് ദൈവം നമ്മോട് കൃപ കാണിച്ചുകൊണ്ടിരിക്കുന്നു. And at that times, in the needy time, in the required times, we tend to ask unto God, and God grants unto the grace unto our lives. എന്നാൽ നമുക്ക് ലഭിക്കുന്ന കൃപ ദൈവത്തിന് ഉപകാരപ്രദമാകുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമായി തീരും. If at all the grace that has been granted unto us is not beneficial unto God, then it will be considered as in vain. നാം ഓരോ ചെറുതും വലുതുമായ വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ചോദിക്കാറുണ്ട്. കർത്താവേ, നിന്റെ കൃപ എനിക്ക് വേണമെന്ന് നാം പറയാറുണ്ട്. ദൈവം നമ്മുടെ കൃപ കാണിക്കുന്നുണ്ട്. And for every small or little other thing, we tend to ask unto God for grace, and God do give us that grace as well, does give us the grace as well. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തിന്റെയും പിന്നിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുക എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. But something that is very important that needs to happen is everything that is happening in our lives need to glorify or should be beneficial unto God. This is an expectancy of God. ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നില്ല എങ്കിൽ ആ കൃപ വ്യർത്ഥമായി തീരുമെന്നുള്ളത് തന്നെയാണ് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. As per the scriptures, it is very, very clear the grace that is being granted unto us, and that grace, if it does not become beneficial or glorify God, then that grace will be considered in vain. അടുത്തതായി ചിന്തിച്ചത് നമ്മുടെ പ്രസംഗം വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. And then we also thought about how the preaching can become futile. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമത്ര എന്നാണ് നാം വായിക്കുന്നത്. So as we read that if Christ is not risen, then our preaching is empty.
അടുത്തതായി നാം ഓർക്കുവാൻ ഇടയായിട്ടുള്ള നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. And then that which we pondered from 1 Corinthians chapter 15 verse, our faith can become futile. നാം വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്താൽ ദൈവത്തിന്റെ നാമം നമ്മൾ മഹത്വമെടുക്കുവാൻ ഇടയാകണം. The faith in which we have believed in our Lord Jesus Christ, that faith should glorify God, or else it will be futile. 15-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ആ സത്യം വായിക്കുന്നുണ്ട്. 1 Corinthians chapter 15 and verse 17 we read this. 5-ാമതായിട്ട് നാം ഓർക്കുന്നത് നമ്മുടെ ജീവിതം വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. And fifthly that we consider and pondered is our life can go in vain. നാം ഓടുന്നതും നാം അധ്വാനിക്കുന്നതും ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. That which we labor for, that which we strive for, should all be for the glory of God. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. That should be the ultimate goal of our Christian life. എന്താണ് നമ്മുടെ ജീവിതം? What is our life? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? What do you mean by a Christian life? ബിനുവിന് പറയാമോ? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജീവിതം. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജീവിതം. തോമസ് ബേബിച്ചായ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ജീവിച്ച ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ള ബേബിച്ചായോട് ചോദിക്കട്ടെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് നാം അർത്ഥമാക്കേണ്ടത്? What do we mean and understand by Christian life? മ്യൂട്ടാണ്. ദൈവം നമുക്ക് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിനായിട്ട് നാം ജീവിക്കണം. ഒരു അർഹതയില്ലായിരുന്നു നമ്മളെ ദൈവം സ്നേഹിച്ചു, അവന്റെ മക്കളാക്കി തീർത്തു. ഞാൻ ചോദിക്കുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? What do you mean by Christian life? ക്രിസ്തുവിനെ അനുകരിക്കുക. ക്രിസ്തുവിനെ അനുകരിക്കുക. ഓക്കെ, എന്താണ് ബ്രദറെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കേണ്ടത്? Following Christ, or what does it mean? നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് അനുസരണമായിട്ട് ക്രിസ്തു കാണിച്ച് തന്ന മാതൃക പ്രകാരം ജീവിക്കുക എന്നുള്ളത്. ഇതാണ് ക്രിസ്തീയ ജീവിതം. അത് നമ്മുടെ ടെസ്റ്റിമണി, ക്രിസ്ത്യൻ സാക്ഷ്യം. ഓക്കെ, നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം. ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നാം ജീവിക്കുന്ന ജീവിതത്തെ ക്രിസ്തീയ ജീവിതം എന്ന് വിളിക്കാൻ പറ്റുമോ? Is the life that we live, can we call it as a Christian life? The question is that. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവിതം എന്നാണ് അതിന്റെ അർത്ഥം. See, if you say Christian life, it's a life of Christ. ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ജീവിതം. ആ ജീവിതം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ജീവിക്കുവാൻ. That life of Christ has been entrusted in us to live a life. അതുകൊണ്ടാണ് നാം ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരുന്നത്. And that's the reason why we are accountable to give the account of our life. ഇത് നമ്മുടെ ജീവിതമാണെങ്കിൽ ആർക്കും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. If at all it was merely our life, we did not have to give an account. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതമായതുകൊണ്ടാണ് ഈ ജീവിതത്തിന്റെ കണക്ക് നാം ദൈവമുമ്പാകെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. Christian life is Christ's life. That's the reason why we are accountable and we need to give an account of that life. നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ നാം ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിന്റെ ജീവിതമാണെന്നുള്ള അവബോധം നമ്മെ ഭരിക്കുന്നുണ്ടോ? Is this really governing our thoughts that our Christian life is Christ's life, and is that leading us? നാം പലപ്പോഴും പല പാട്ടുകൾ അതിനെ സംബന്ധിച്ച് പാടാറുണ്ട്. നാം ആ കാര്യത്തിൽ സന്തോഷിക്കുന്നവരാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നാം ജീവിക്കുന്ന ജീവിതം ക്രിസ്തുവിന് പകരമായ ജീവിതമായിട്ട്, ക്രിസ്തുവിന്റെ ജീവിതമായിട്ടുള്ള വാസ്തവമായ തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തെ ഭരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്.
See, many a times we sing a song, we are very glad about it, we proudly speak about it. All that is good, but it is very, very important and essential that our life should be Christ's life, and that thought should rule and govern our thoughts and our lives. നാം ജീവിക്കുന്ന ജീവിതത്തിന്റെ ഗൗരവം എത്രമാത്രം നാം തിരിച്ചറിയുന്നവരാണ്? How much do we understand the importance of the life that we live? അതനുസരിച്ചുള്ളതായിരിക്കുന്ന ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? Are we able to build up a spiritual life in that accordance? ഈ ജീവിതത്തെ നാം പല നിലകളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തെ പല നിലകളിൽ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. We can consider our lives in different spheres. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ചുരുങ്ങിയ ആയുസ്, ഒരു ചുരുങ്ങിയ സമയം നാം ജീവിക്കുന്നു. We live a very short life that has been granted unto us. ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നാം താല്പര്യപ്പെടുന്നു. We desire to follow the precepts of God and live our lives. എന്നാൽ എത്രത്തോളം ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്? But how much can we or have been able to hold fast to the precepts of God? ഇവിടെ 58-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. 1 Corinthians 15:58 ഇങ്ങനെയാണ് വായിക്കുന്നത്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. 1 Corinthians chapter 15 verse 58, therefore my beloved brethren, be steadfast, immovable, always abounding in the work of the Lord, knowing that your labor is not in vain in the Lord. ഇവിടെ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. There is one important thing which Apostle Paul is pointing out. I hope you've noticed. നിങ്ങളുടെ പ്രയത്നം അധ്വാനം അത് ജീവിതത്തെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ. And it says that knowing that your labor which reflects life is not vain in the Lord. അറിയുന്നു. We know about it. നാം എത്രമാത്രം അറിയുന്നു? How much do we know about it? നാം നമ്മുടെ ജീവിതം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ. അറിവ് നമ്മെ എത്രത്തോളം ഭരിക്കുന്നുണ്ട്? Being knowledgeful that our labor is not vain, the question is how much do we know? അങ്ങനെ നാം അറിയുന്നെങ്കിൽ, If we know it in that manner, എന്റെ അടുത്ത വാചകം, what is the next verse? കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. And that you should abound in the work of the Lord. എന്താ കർത്താവിന്റെ വേല? What is the work of the Lord? കർത്താവിന്റെ വേല നമുക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ട്? How much of us are able to do the work of the Lord? അതിലെ വർധനവ് എത്രത്തോളമാണ്? How much are we able to appreciate in that? കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല എന്ന് മാത്രമല്ല, അത് സുവിശേഷന്മാർ മാത്രമായി ചെയ്യേണ്ടതായ കാര്യവും അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ടോ? Are we able to understand that it is not just the gospel work which is the Lord's work, and it is not only given to evangelists? Are we able to understand that? ഇത് എല്ലാവരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ? Is it actually governing our thought that this responsibility has been given to every truly born again believer? കൃപാവരങ്ങൾ പഠിച്ചുകൊണ്ട് നാം പഠിച്ചു, കൃപാവരങ്ങൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. And as we learned about the spiritual gifts, we understood every truly born again believer has been given the spiritual gift. ഓരോ കൃപാവരങ്ങളും അത് പൊതു നന്മയ്ക്കായിട്ടാണ്, പൊതു അനുഗ്രഹത്തിനായിട്ടാണ് ദൈവം നൽകി തന്നിരിക്കുന്നത്. And each of the spiritual gift has been given for a benefit of all. അപ്പൊ അങ്ങനെയെങ്കിൽ കർത്താവിൽ നമ്മുടെ പ്രയത്നം എത്രത്തോളമാണ്? If that is the case, how much is our labor in the work of the Lord? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, നമുക്ക് കർത്താവിന്റെ വേലയ്ക്കുള്ള പങ്ക് എന്തുവാ? Let me ask you this very question honestly. What is our part in the Lord's work? ഇത് പ്രത്യേകമായി ചിലരെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്നതായ ഒന്നല്ല എന്നുള്ള വാസ്തവമായ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? Are we being able to understand this very clearly, that the Lord's work is not just granted to few people? പൗലോസിനെ ഏൽപ്പിച്ചതായ ചില വസ്തുതകളെ കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കാനിടയായി തീർന്നു.
Uncle happened to meditate and learn upon certain things which was entrusted to Apostle Paul. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം ഒന്ന് എടുക്കാമോ? Can we turn to Acts of the Apostles chapter 19? അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ Chapter 18. 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ If you read from verse 8 of chapter 18, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടുകൂടി കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്. this is what we hear read in verse 8 and starting of 9. അവിടെ വായിക്കുന്ന വാക്യമേയാണ്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്. Verse 9, it says, now the Lord spoke to Paul in the night by a vision. ഇവിടെ എന്താ പ്രസംഗിക്കാനോട് പറയുന്ന കാര്യം എന്താണ്? What does the Lord speak to Paul? ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. It says, do not be afraid, but speak, do not be silent. 9, 10, 11 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് നമ്മോട് സംസാരിക്കുന്നുണ്ട്. 9, 10, and 11, we see there are 4 things that the Spirit of God is speaking to Apostle Paul there. നമ്പർ 1, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. First, you preach without being afraid. അവിടെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വേറെ വിശദീകരണങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു അറിവും തനിക്ക് ലഭിക്കുന്നില്ല. പൗലോസിനോട് പറയുന്ന കാര്യം ഇതാണ്, കൊരിന്ത്യ പട്ടണത്തോട് ബന്ധത്തിൽ നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. See, this is the instruction clearly to Apostle Paul. You don't bother about the consequences, what is going to happen. You just don't be afraid and preach as it is been given. അടുത്ത വാക്ക് പറയുന്നത് മിണ്ടാതിരിക്കരുത്. And then it also says, do not keep silent. അടുത്ത 10-ാമത്തെ വാക്യം പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Verse 10, it says, for I am with you. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. No one will attack you to hurt you. എന്നാൽ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. But focus on the next verse. ദൈവം ഒരു നിയമനം കൊടുക്കുകയാണ്. ആ നിയമനത്തിൽ ഒരു വാഗ്ദത്വമുണ്ട്, ആ നിയമത്തിൽ ഒരു സംരക്ഷണമുണ്ട്. ദൈവം ഇതുവരെ കൊടുത്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. See, God is given an appointment. God is giving that purpose. God is giving that shield. God has got a purpose in the way that he is dealing here. എന്നാൽ 10-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? For ഈ verse, പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നരുളി ചെയ്തു. and then he says, in this city I have many people. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. In this city I have many people. പ്രിയപ്പെട്ടവരെ, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? അവരെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താ? See, what is the perspective of God of this people, and what is our perspective about this people? ദൈവം പറയുന്നു അവരെ കുറിച്ച്, അതായത് എനിക്ക് പട്ടണത്തിൽ ചില ആളുകളുണ്ട്, വളരെ ജനമുണ്ട്. And here the Lord says to Apostle Paul, I have got many people in this city. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം എന്താണ്? Then what is my responsibility? അതുകൊണ്ട് എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? And hence, how should my life be? നാം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയേ മതിയാകുള്ളൂ. We ought to find answers to these questions. ദൈവത്തിന്റെ നിയമനത്തോട് അനുസരണം കാണിക്കാൻ നമുക്ക് കഴിയുമോ? Are we being able to obedient to the calling or the appointment of God to us? ദൈവം നമ്മെ ചില കാര്യങ്ങൾ നിയമിച്ചിട്ടുണ്ട്, നിയോഗിച്ച് അയച്ചിട്ടുണ്ട്. ദൈവം There are certain things that God has entrusted and appointed into us. ആ ദൈവം നമ്മെ ചില കാര്യങ്ങൾ അതാത് സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. And God keeps reminding us of that appointment or calling. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവകരമായി നാം ചിന്തിക്കേണ്ടതായ ചില സത്യങ്ങൾ. Dear ones, these are important things that we need to consider. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? How is our life? അത് ദൈവത്തിന് പ്രസാദകരമാകുന്നുണ്ടോ? Is that a life pleasing unto God? നമ്മുടെ ജീവിതം വൃഥാവായി തീർന്നു പോകും. Our life can turn in vain. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ നിയമനം നാം അത് കാണാതെ അറിയാതെ മറികടന്നു പോയാൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി തീരും.
Our life will go in vain if we continue not to eat to his promises and his calling. അതുകൊണ്ട് നമ്മുടെ ഓട്ടവും നമ്മുടെ അധ്വാനവും ഒരിക്കലും വൃഥാവായി തീരുവാൻ ഇടയാകരുത്. But let this not be the case that our work and our labor will go in vain. ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ധാരാളം കാര്യങ്ങൾ ഇനിയും 15-ാം അധ്യായത്തിൽ പഠിക്കുവാനായിട്ടുണ്ട്. There are many, many more things chapter 15 got to teach us. നാം ചിന്തിക്കാൻ പോകുന്ന അടുത്ത കാര്യം, ഇനി സംഭവിക്കാനുള്ള മാറ്റമില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളെ പറ്റി 15-ാം അധ്യായത്തിൽ വായിക്കുന്നു. There are few other things which is unchangeable truths which I mentioned in this chapter 15. Yes, correct. Unchangeable truth. മാറ്റമില്ലാതെ തുടരുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. Unchangeable truths which continue. ഞാൻ ഈ വാക്കുകൾ ആദ്യം ഒന്ന് പറയാം. നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There would be a question, so please pay attention to this. 4 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാൻ പോവുകയാണ്. I'm going to say to you 4 things. ഈ 4 കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ വിശേഷാൽ ശ്രദ്ധിക്കണം. You please pay attention while I say to you these 4 things. 49-ാം വാക്യം. Verse 49. നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. And that we will born the image of the man of dust. The man of? No, the image of the heavenly man. Heavenly man. Yes, correct. നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. We will bear the image of the heavenly man. Number 2, നാം എല്ലാവരും രൂപാന്തരപ്പെടും. We all will be transformed. Verse 52. Verse 52. 52 again. Number 3, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. Verse 52 again, that we will raise, those who are dead will be raised incorruptible. Yeah. Verse 57, number 4, നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നാം ജയം പ്രാപിക്കും. That we will be victorious through our Lord Jesus Christ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. Let me repeat that again to you. നാം സ്വർഗീയന്റെ പ്രതിമയിൽ ധരിക്കും. We will bear the image of the heavenly man. നാം എല്ലാവരും രൂപാന്തരപ്പെടും. We all will be transformed. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. The one who are dead will be raised incorruptible. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. And the one who gives us victorious, his name be glorified. സിസ്റ്ററെ, ഈ 4 കാര്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? What is the foundation of these 4 truths? ഇപ്പോൾ പറഞ്ഞ ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്? The 4 things that we mentioned now, what is the basis or the foundation of the same? കർത്താവിന്റെ രണ്ടാം വരവ്. കർത്താവിന്റെ രണ്ടാം വരവ്. സോറി, സൂസൻ സിസ്റ്റർ പറയാമോ? കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, റിസറക്ഷൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ 4 വിഷയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. The 4 truths that we heard, the basis, the foundation of those 4 truths is the resurrection of the Lord Jesus Christ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്നത്. Because our Lord Jesus Christ is resurrected, we will bear the image of the heavenly man. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നാം എല്ലാവരും രൂപാന്തരപ്പെടാൻ പോകുന്നത്. Because our Lord Jesus Christ is resurrected is why we going to get transformed. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കാൻ പോകുന്നത്. And because our Lord Jesus Christ is resurrected is why the dead shall turn into incorruptible. നമുക്ക് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നാം സ്തോത്രം ചെയ്യുന്നത്. Because our Lord Jesus Christ is resurrected is why we are victorious in Christ and we give praise unto God. ഈ ഭാഗത്ത് നിന്ന് അനേക സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. There are many, many valuable truths which the Spirit of God leads us into. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Oh, just praise God to the Lord who gives us victory. 3 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. 3 things I'm going to say to you in that regards. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ, when we say be thanks to God who gives us victory,
റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുക. Romans chapter 7 verse 25. Romans chapter 7 and verse 25. അവിടെ എന്താണ് വായിക്കുന്നത്? I thank God through Jesus Christ our Lord. So then with the mind I myself serve the law of God, but with the flesh the law of sin. Once again. 7-ാം അധ്യായത്തിന്റെ 24 25-ാം വാക്യം. യെസ്. Or is ഇങ്ങനെ it okay? ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതിന്റെ മുകളിലത്തെ വാക്യം 24-ാമത്തെ വാക്യം അവസാനം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അടുത്ത വാചകം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒരു വിജയഭേരി മുഴക്കുന്നുണ്ട് പൗലോസ്. And see the verse 24 in English and the beginning part of 25. Here Apostle Paul is actually declaring a victory through Christ Jesus. എന്താണ് അവിടുത്തെ ചോദ്യം? എന്താണ്? What is the question being asked there? Who will deliver me from this body of death? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? Who will deliver me out of this body of death? ഈ മരണത്തിന് അധീനമായ ശരീരം, This body which is confined to death. എന്താണ് ആ വാക്യത്തിന്റെ വിശദീകരണം? What is the explanation to that verse? ആർക്ക് പറയാം? Who can say that? ബിനു പറയാമോ? 24-ാമത്തെ വാക്യം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? Who will deliver me from this body of death? യേശുക്രിസ്തു ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? Who will deliver me out of this death, from this body of death? ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന ഒറ്റ വാക്കല്ല, ആ വാക്യത്തിന്റെ പിന്നിൽ ഒരു സത്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. There is, it's not a one word answer. It has got a pretext. It's got an history to it. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർക്ക് വിടുവിക്കാൻ കഴിയും? Who can deliver me from this body of death, or which is confined to death? Until we are transformed to conform to the body of Christ. Okay. We were subject to death. നമ്മൾ മരണത്തിന് അധീനമായ ബോഡിയിലുള്ളവരായിരുന്നു നമുക്ക് രൂപാന്തരം വരുന്നത് വരെ. ഇല്ല, പാപം നമ്മുടെ ശരീരത്തിൽ വാഴുന്നു. Sin is reigning over our body. ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? Who will rescue me out of the slavery of sin? തീർച്ചയായിട്ടും കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ ചോദ്യത്തിന്റെ പിന്നിൽ ചില വസ്തുതകളുണ്ട്. See, only the Lord can rescue you or redeem you from that, but there is a reason for that question. ഞാൻ ഇങ്ങനെ വായിച്ചറിഞ്ഞിട്ടുണ്ട്, യഹൂദന്മാരുടെ ശിക്ഷാ നടപടിക്രമങ്ങളിൽ പാപത്താൽ പിടിക്കപ്പെടുന്ന ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷയോട് ബന്ധപ്പെട്ടാണ് പൗലോസ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. See, Apostle Paul is actually mentioning this statement with regards to a practice which the Jews had when somebody is caught in sin. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പുസ്തകം, എൻ്റെ അതിനൊരു കോപ്പി ഇരിപ്പുണ്ട്. കോട്ടയത്ത് പണ്ട് ജീവിച്ച ഒരു ദൈവദാസൻ MK ചാക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം റോമാലേഖന വ്യാഖ്യാനം എഴുതിയപ്പോൾ ആ സംഭവം ആ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. Brother MK Chako, who wrote a book explaining about the book of Romans years back, explained about this in this manner. ഞാൻ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അനേക ബുക്കുകൾ റെഫർ ചെയ്യാൻ ഇടയായി തന്നിട്ടുണ്ട്. Just to understand this particular topic, Uncle happens to refer to many books. എന്നാൽ അവിടുന്നൊക്കെ വ്യത്യസ്തമായ നിലയിൽ ഇതിന്റെ ആശയം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. But Brother MK Chako happens to give a very different or very clear understanding or explanation to this verse.
അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതായത് യഹൂദന്മാർ പാപത്തിന്റെ മേൽ ശിക്ഷ, അതായത് കുറ്റവാളിയെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷണ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം ചോദിച്ചിരിക്കുന്നത്. And this എന്നെ ആർ വിടുവിക്കും. this question raised by Apostle Paul is related to a practice that Jews used to follow when somebody is caught in sin. ആ ശിക്ഷാ നടപടി ഇങ്ങനെയാണ്. This is how ജീവനുള്ള ഒരു ശരീരത്തിൽ ഒരു മൃതശരീരം കെട്ടിവെക്കുന്നു. the practice was like this, a living body is tied up with a dead body. പാപത്താൽ പിടിക്കപ്പെട്ട ഒരു കുറ്റവാളി, The one who is caught in sin, അദ്ദേഹത്തെ ശിക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. he is being put to punishment. അദ്ദേഹത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞത് ഒരു മൃതശരീരം ഈ കുറ്റവാളിയെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ്. ഒരു മൃതശരീരം വെച്ച് കെട്ടിയിരിക്കുകയാണ്. The punishment is in this manner, that this living person who is caught in sin is tied up with a dead body. ആ മനുഷ്യൻ അനങ്ങാനോ തിരിയാനോ മറിയാനോ ഒന്നും പറ്റുന്നില്ല. He is tied in such a manner that his movements are completely restricted. He can't just do anything. He's just tied up with the dead body. പ്രോപ്പറായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല. He can't even sit down. ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറി ഒരു പ്രത്യേകമായ സ്ഥലത്ത്, ഒരു ഏകാന്തത അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. And then this person tied up with the dead body is taken up to a lonely place. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മൃതശരീരം താൻ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. And then he is carrying this dead body right from the morning till the sunset. ഈ രാവിലെ മുതൽ നിൽക്കുന്ന ഈ നിൽപ്പിൽ ഈ മൃതശരീരത്തിന് അമിതമായ ഭാരം കൂടും. And from the dead body, from the morning till the end, it increases or gains more weight. നേരത്തോട് നേരം കഴിയുമ്പോൾ ഈ മൃതശരീരം ജലാംശം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. And after a period of time, the bodily fluids of water drains out from the dead body. ഇതൊരു സുബോധമുള്ള ശരീരത്തിലേക്ക് സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളമുണ്ടല്ലോ. When this kind of things that is actually touching a living body, it creates a certain kind of a feeling. അതിൽ ഭയങ്കരമായ നിലയിൽ ഭയപ്പെട്ട് ഈ മനുഷ്യൻ കരയാൻ അലറാനായിട്ട് തുടങ്ങും. And then this happens, this living person starts crying or yelling out. വൈകുന്നേരമാകുമ്പോൾ ഈ കണ്ണുകളൊക്കെ ഉന്തി നിൽക്കുന്ന ഈ ഭീകരമായിരിക്കുന്ന ആ രൂപത്തിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ അലറി നിലവിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? Oh, the question that is raised by this person tied up to this dead body who is decomposing. There he yells and cries out and says, who will deliver me from this dead body? ഈ ചോദ്യങ്ങൾ ദേശത്തിന്റെ 4 ഭാഗത്തേക്കും ഉയർന്നു പോകത്തക്ക ശബ്ദത്തിലാണ് ഈ മനുഷ്യൻ അലറി നിലവിളിക്കുന്നത്. This person is yelling out so that his voices is heard round all throughout. ആര് എന്നെ വിടുവിക്കുമെന്ന ചോദ്യത്തിന് ഈ സമൂഹത്തിലെ സകല ഇസ്ലങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞു. And to answer that question, who will deliver me, all the kinds of thoughts and philosophies of the world has sufficed. They cannot do anything. എല്ലാ മതങ്ങളും ആ ചോദ്യത്തിൽ പരാജയപ്പെട്ടു. All of the religions have failed. എന്നാൽ ആ വലിയ ശബ്ദം, എന്നെ ആർ വിടുവിക്കുമെന്നുള്ള ആ വലിയ ശബ്ദത്തിന് ഉത്തരം നൽകി തന്ന ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു താൻ മാത്രമാണ്. That loud cry, who shall deliver me? There has been only one person in the entire history who could answer that question. It is the Lord and Savior Jesus Christ. നമ്മുടെ വായിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And that I give thanks unto God through our Lord and Savior Jesus Christ is what we read. മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വിജയം. Oh, the one that he has given, the victory that he has given us over the mere dead body. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, when you come to Romans chapter 8, അതിന്റെ 34-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ, if you read from verses 34 onwards, അവിടെ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. 35-ാം വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ,
വാളവും നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, കറുപ്പാളിനെ ആടുകളെ പോലെ നമ്മൾ എണ്ണുന്നു, ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. Oh, it is so beautifully written, verses 34 onwards. It says, it is Christ who died and furthermore is also risen, who is even at the right hand of God, who makes us intercession for us. Who shall separate us from the love of Christ? Shall tribulation or distress or persecution or famine or nakedness or peril or sword? As it is written, for your sake we are killed all the day long, we are accounted as sheep for the slaughter. Yet in all these things we bore, we are more than conquerors through him who loved us. Praise the Lord. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. Oh, we are more than conquerors through him who loved us. ഏതിലൊക്കെയും On which are we conquerors about? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. We are conquerors in tribulation, in distress, in persecution, in famine, in nakedness, in peril, or even to sword. റോമാലേഖനം 7-ാം അധ്യായത്തിൽ മരണത്തിന്റെ മേലുള്ള ജയം കൈവരിക്കുന്നു. Romans chapter 7, victorious over death. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നാം പൂർണ്ണ ജയം പ്രാപിക്കും. Romans chapter 8, victorious over things which are mentioned in there. ഇനി 1 Corinthians 15-ാം അധ്യായത്തിന് 58-ാം വാക്യത്തിൽ വായിക്കുന്നത്. And 1 Corinthians chapter 15 verses 57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Verse 57. But thanks to be to God who gives us victory through our Lord Jesus Christ. ജയം, പൂർണ്ണ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Oh, victory, complete victory, and victory through Christ, and be thanks unto God. 1 Corinthians 15-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. As I said to you, 1 Corinthians chapter 15 is very important. ഒരു 5 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. I happen to remind you of 5 things. വളരെ പ്രധാനപ്പെട്ടതായ ഒരു 5 കാര്യങ്ങൾ കൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. And another 5 important things in a short time that I want to remind you of. ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്. 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ സുവിശേഷത്തിന്റെ നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണെന്ന് കാണാൻ കഴിയുന്നു. And in chapter 15 verses 1 to 4 we see the definition of gospel. Number 2, chapter verses 5 to 19, 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ പുനരുദ്ധാനത്തിന്റെ തെളിവുകൾ എന്തെല്ലാമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Then we read about the proof of resurrection from verses 5 to verses 19. Yeah, verse 20 to 34. പുനരുദ്ധാനം സുവിശേഷത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന നിലയിലാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. There we see the infallible truths about the resurrection of the Lord Jesus Christ. 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ പുനരുദ്ധാനം സംശയിക്കുന്നവർക്കുള്ള മറുപടിയാണ്, ഉത്തരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. Verses 35 to verses 49, the answer to the people who doubt resurrection. 50 മുതൽ 58 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ പുനരുദ്ധാനവും വിശ്വാസിയുടെ പ്രത്യാശയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. And then verses 50 to 58, it is a resurrection of the one who is believed and the hope which is been given. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു അഥവാ സുവിശേഷ നിർവചനമാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Verses 1 to 4 is the definition of gospel. Number 2, 5 മുതൽ 19 വരെ പുനരുദ്ധാന തെളിവുകളെ പറ്റി സംസാരിക്കുന്നു. Proofs of the resurrection, verses 5 to verses 19. ഇനി 5 മുതൽ 19 ആകുന്ന വാക്യങ്ങളിൽ പുനരുദ്ധാന തെളിവുകളെ പറ്റി സംസാരിക്കുന്നു. There is the proof of resurrection, verses 5 to verses 19. 20 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങളിൽ പുനരുദ്ധാനം സുവിശേഷത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. And verses 20 to verses 34, it says as to how resurrection is an inseparable truth to gospel. 35 മുതൽ 49 വരെയുള്ള വാക്യത്തിൽ പുനരുദ്ധാനം സംശയിക്കുന്ന മറുപടിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. And then we read verses 35 to 49, proofs of resurrection to about it.
50 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിൽ പുനരുദ്ധാനവും വിശ്വാസിയുടെ പ്രത്യാശയും കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. And it talks about verses 50 to 58 about the resurrection and the hope of a Christian believer. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചില സത്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടും. I want to remind you in very short terms few truths in regards to this. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം ഇവയാണ് സുവിശേഷ പ്രകാരം അല്ലെങ്കിൽ തിരുവെഴുത്തിൻ പ്രകാരം സംഭവിച്ചെന്നുള്ളതാണ് ഈ വിഷയത്തിന് ഏറ്റവും അധികം ആക്കം കൂട്ടുന്നതായ കാര്യം. One of the most incredible things in regards to Christ and what has happened to him, his birth, his death, his resurrection, his burial, his resurrection is all as per the scriptures. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഞാനൊന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. And there is one more important thing that I want to let you know. പുനർജീവ പ്രാപ്തിയും പുനരുദ്ധാനം. Resurrection and life after death. correct, life after death. അതായത് പുനർജീവ പ്രാപ്തിയും പുനരുദ്ധാനവും രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണോ? Is it two different things or one? Life after death and resurrection, is it two different things or one thing? ബിനുവേ, ഇത് രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണോ? Is it two different things or one? രണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ തിരിച്ചതിനോട് ഇങ്ങോട്ട് ചോദിക്കുകയാണോ? രണ്ടും രണ്ടാണ്. ഇത് രണ്ടും രണ്ടാണ്. Both of these things are different. ഇതൊരു ഉദാഹരണം പറയാ ബിനു. Can you give an example for this? ബിനുവിനെ വിഷമിപ്പിക്കല്ലേ കേട്ടോ. ബിനു എന്റെ സ്വന്തമായോണ്ടാണ് ബിനുവോട് ചോദിക്കുന്നത്, കാരണം പരാതി ഒന്നുമില്ലല്ലോ. പുനർജീവ പ്രാപ്തിക്ക് ഒരു ഉദാഹരണം പറയാമോ? Life after death, an example for the same. ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുന്നത് കേട്ടോ. Just to make you think. അലിസിനെ പറയാമോ പുനർജീവ പ്രാപ്തിക്ക് ഒരു ഉദാഹരണം? Life after death, an example for the same. ലാസറിന്റെ ഉയർപ്പ്. ആരാ ബേച്ചാനാ പറഞ്ഞ? കറക്റ്റ്, ലാസറിന്റെ ഉയർപ്പ്. It is Lazarus coming to life. ലാസർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളത് പുനർജീവ പ്രാപ്തിയാണ്. വീണ്ടും വീണ്ടും ലാസർ ജീവിച്ചെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. See, Lazarus lived after is what we can say in Lazarus' life. He was once dead. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ അനേകർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. And with regards to the resurrection of Lord Jesus Christ, there are many who was resurrected along with him. ഒരു ഏകദേശ നമ്പർ പറഞ്ഞിട്ടില്ലേ? Has there not been a rough figure that has been mentioned about it? എത്ര പേർക്ക് പ്രത്യക്ഷനായെന്നാ പറഞ്ഞേ? To how many did he appear, the Lord Jesus Christ? 500 ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷനായെന്നാണ് വായിക്കുന്നത്. It says to at least 500 of the disciples he appeared. മാത്രവുമല്ല, വേറെ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ചിലരെ പറ്റി വായിക്കാൻ കഴിയുന്നുണ്ട്. There are certain people who was raised by the Lord. ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് പുനർജീവ പ്രാപ്തിയാണ്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതാണ് അവർക്ക് സംഭവിച്ചത്. And they've all got life after death who've been raised by the Lord. എന്നാൽ പുനരുദ്ധാനം അതല്ല. But resurrection is not that. പുനർജീവ പ്രാപ്തി ലഭിച്ചവർ സാധാരണതയിൽ മരിക്കുകയും ശരീരങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്നു. The people who have got life after their mortal death will again live and die after that. അവർ ജീവൻ പ്രാപിക്കയിൽ അവരുടെ ശരീരങ്ങൾക്ക് രൂപാന്തരം ഒന്നും സംഭവിച്ചിട്ടില്ല. And when they were raised, their bodies have never been transformed. എന്നാൽ പുനരുദ്ധാന ശരീരത്തിലാകട്ടെ ശരീരത്തിന് ഉടൻ തന്നെ രൂപാന്തരം സംഭവിക്കുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. See, the difference and the speciality of resurrection is at the time of resurrection there will be a transformation of the body.
ഈ പുനരുദ്ധാന ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. And I want to mention to you certain specialities which Apostle Paul raises out to the body which is transformed. കുറിച്ചെടുക്കുന്നവർ കുറിച്ചെടുക്കാം. Those who want to note down, please do it. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന് 53-ാം വാക്യത്തിൽ അമർത്യത എന്നൊരു വാക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. And in verse 53 of 1 Corinthians 15, we read a verse immortality. ഇനി 1 Corinthians 15-ന്റെ 52-ൽ അദ്രവത്വം എന്നൊരു വാക്ക് കാണുന്നു. In verse ദ്രവത്വം ഇല്ലാത്തത്, അദ്രവത്വം. And in verse 52, we see incorruptible. ഇനി ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ മഹത്വമുള്ളത് അല്ലെങ്കിൽ ഗ്ലോറിയസ് എന്നൊരാകുന്ന വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. And in Philippians chapter 3, we read about a glorious one. 1 Corinthians 15-43-ൽ ശക്തി ഉള്ളത് എന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. 1 Corinthians chapter 15 and verse 40, we see about the body which is 43, we read about a body which is raised in power. 1 Corinthians 15-44-ൽ വായിക്കുന്നത് ആത്മീകം എന്നുള്ള വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. And verse 40, we see about spiritual body. ഇനി 1 Corinthians 15-49-ൽ സ്വർഗീയമായത് എന്നൊരു വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. And 49, we see heavenly. നോക്കുക, ഈ 6 വാക്കുകൾ പരിശോധിച്ചാണെങ്കിൽ പുനരുദ്ധാനം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഈ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. See, if you read through this 6 verses, you see what resurrection really truly means. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ ഈ 6 കാര്യങ്ങളും പ്രാവർത്തികമല്ല. See, life after that mortal death is, it's not, we cannot attain all of these things. പുനരുദ്ധാനത്തിൽ ലഭിക്കുന്ന രൂപാന്തരപ്പെട്ട ശരീരം പാപരഹിതമാണ്. The body that you receive after the resurrection is without sin. എന്നാൽ പുനർജീവപ്രാപ്തിക്ക് ലഭിക്കുന്ന ശരീരം അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ലഭിക്കുന്ന ശരീരം പാപത്തിൽ ഉൾപ്പെട്ടതാണ്, പാപശരീരമാണ്. So once who've been raised from dead, into a body which is again mortal, which is in sin again. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഈ ശരീരം ഈ ദേഹിയാൽ ഭരിക്കപ്പെടുന്നെങ്കിൽ പുനരുദ്ധാന ശരീരം ആത്മാവിന്റെ അല്ലെങ്കിൽ മനുഷ്യാത്മാവിന്റെ ഭരണത്തിന് വിധേയമായിട്ടാണ് പുനരുദ്ധാന ശരീരം നിൽക്കുന്നത്. See, today this body is very much limited and confined in sin, but the resurrected body will be spiritual and which will be governed in that manner by the Spirit. പുനരുദ്ധാന ശരീരത്തിന്റെ ഒരു 6 പ്രത്യേകതകൾ ഞാൻ പറയാം. I told you, I would say to you 6 speciality about the transformed resurrected body. ലൂക്കോസ് 24-39-40 വാക്യം വായിച്ചാൽ, ലൂക്കോസ് 24-39-40 വാക്യങ്ങൾ വായിച്ചാൽ പുനരുദ്ധാന ശരീരത്തിന് മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കും, ഭൗമിക ശരീരത്തിന് സദൃശ്യമായിട്ട് ഉള്ള ഒന്നായിട്ട് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. So if you come to Luke chapter 24 verses 39 and 40, we see how it is similar to the mortal body which will have bones and flesh. കാണാൻ കഴിയുന്നത്. ആംഗ്ലേ ഒന്നുകൂടെ പറഞ്ഞു കേട്ടില്ല. അതായത് പുനരുദ്ധാന ശരീരത്തിന് മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കും. The resurrected body will have flesh and bones. ഭൗതിക ശരീരത്തിന് സമാനമായ ഒന്നായിട്ടായിരിക്കുന്നത്. It will be like the mortal body. എന്നാൽ 15-ാം അധ്യായത്തിന് 50-ാം വാക്യത്തിൽ രണ്ടാമത്തെ കാര്യം കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിന് 50-ാമത്തെ വാക്യം 1 Corinthians 15-ന്റെ 50 വായിക്കുന്ന സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. And in 1 Corinthians chapter 15 and verse 50, we read that flesh and blood shall not enter the kingdom of God. മൂന്നാമത്തെ കാര്യം, പുനരുദ്ധാന ശരീരത്തെ നിലനിർത്തുന്നതിന് ഭക്ഷണം ആവശ്യമില്ല, എന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. To sustain the incorruptible resurrected body, you need not have food, but you can have food. You can, take food. ലൂക്കോസ് 24-41-43 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നു. Luke chapter 24 verses 41 to 43, we read about this. നാലാമത്തെ കാര്യം, ഭൗതിക ശരീരത്തിന് സമാനമാണെങ്കിലും അതിന്റെ എല്ലാ പരിമിതികളിൽ നിന്നും വിമുക്തമാണ് എന്നുള്ള സത്യവും നാം മനസ്സിലാക്കണം. Although it is similar to the mortal body, but it is not
meant in confinement as the mortal body. It is beyond confinement. യാത്രയ്ക്ക് നടക്കേണ്ടതായ ആവശ്യമില്ല. You do not have to literally walk for travel. കഥ കടച്ചിരിക്കുമ്പോൾ തന്നെ മുറിക്കകത്ത് കടക്കാനായിട്ട് കഴിയും. We will be able to, go through the doors. You are not restricted by the doors, and you're, entrapped in a room. You can walk through the door. സുവിശേഷത്തിൽ അത് വായിക്കുന്നുണ്ട്. And this we read in the Gospels. ഇനി അടുത്ത കാര്യം, അതായത് കർത്താവിന്റെ സാന്നിധ്യത്തിൽ വസിക്കുവാനായിട്ട് പര്യാപ്തമായ ഒന്നാണ് ഈ പുനരുദ്ധാന ശരീരം. And another which important thing is this transformed resurrected body is something with which you can reside with the Lord. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാം തെളിവ് അല്ലെങ്കിൽ ഉദാഹരണം എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. See, all of this culminated, you will have one single example or an answer. ആരാണത്? Who is that? കർത്താവായ യേശുക്രിസ്തു താൻ മാത്രമേ ഉള്ളൂ. It is only our Lord and our Savior Jesus Christ. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ അവസ്ഥയോട് ബന്ധപ്പെട്ടാണ് ഈ 5-6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. It is whatever that I mentioned to you is in regards to the resurrection of the Lord Jesus Christ that I mentioned to you. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. There are many more things, but I shall say one more thing and I shall close it here. പുനരുദ്ധാന ശരീരത്തിന് തെളിവുകളായിട്ട് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. The transformed resurrected body has got many truths or examples. കേഫാവ്, പത്രോസ്, അപ്പോസ്തലന്മാർ, 500-ലധികം സഹോദരന്മാർ, മഗ്ദലക്കാരത്തി മറിയ, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ, ഇവരെല്ലാം പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായിട്ടാണ് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത്. So we read about the disciples of the Lord Jesus Christ, whether it be Peter, Mary, and the 500, they all are the testaments of the resurrection of the Lord. 35 മുതൽ 49 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ, and when you read from verses 35 to 49 of 1 Corinthians പുനരുദ്ധാനം 15, സംശയിക്കുന്നവർക്കുള്ള മറുപടി ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് ചില കാര്യങ്ങൾ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. the Apostle Paul is giving answers to the people who doubt the resurrection. 49-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ കൺഫേം ആയിട്ട് ഉറപ്പിച്ച് പൗലോസ് പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. See verse 49 of 1 Corinthians chapter 15, we find a definitive confirmed answer from Apostle Paul. ആ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുമെന്ന് പറഞ്ഞ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുക. And there he stops in verse 49 stating, as we have borne the image of the man of dust, we shall also bear the image of the heavenly man. അത് എത്ര ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. How much importantly we need to observe that. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. As we have borne the image of the man of dust, shall we also bear the image of the heavenly man. അടിസ്ഥാനം എന്താ നാം ഓർക്കുകയുണ്ടായി. We remembered what is the foundation of the same. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. And the basis of that is the resurrection അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുന്നവരാണ്. Because he is resurrected, we shall bear the image of the heavenly man. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ എന്താണ് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ പറയുന്നത്? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം. When we come to 1 John chapter 3, what does the Apostle John say there? ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. First John chapter 3 verse 2. Verse 2, and we read like this: Beloved, now we are children of God, and yet it has not been revealed that we shall be, but we know that when he is revealed, we shall be like him, for we shall see him as he is. നാം അവനോട് സദൃശന്മാരായിത്തീരും. We shall be like him. 49 നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കുമെന്നാണ് രേഖപ്പെടുത്തിയത്. In 1 Corinthians chapter 15 verse 49 says, we shall bear the image of the heavenly man.
ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് കാരണങ്ങൾ മാത്രം എടുക്കുക. നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും, നാം അവനോട് സദൃശന്മാരായിത്തീരും. അതുകൊണ്ട് Let's take two of these examples, that we shall bear the image of the heavenly man and we shall be like him. അതുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ പറയേണ്ട ഉത്തരം എന്താണ്? If that is the case, then what is the answer for that? നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കാൻ പോവുകയാണ്. നാം ധരിക്കും. കൺഫേം, ഉറപ്പിച്ച് പറയുകയാണ്, നാം ധരിക്കും. It is really confirmed that we shall bear the image of the heavenly man. മാത്രമല്ല നാം ഇവിടെ വായിച്ചു, അതായത് നാം മണ്ണുകൊണ്ട് സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. And as it says back in there that we bore the image of the man of dust and we shall bear the heavenly man. യോഹന്നാൻ പറയുന്നു, നാം അവനോട് സദൃശന്മാരായിട്ട് തീരും. And Apostle John says in first John chapter 3 that we shall be like him. നമുക്കൊന്ന് ചിന്തിക്കാം, ഈ രണ്ട് കാരണങ്ങളാൽ, therefore, അതുകൊണ്ട്, Because of these two reasons, therefore what happens? അതുകൊണ്ട് അതിന്റെ ബാക്കി എന്തായിരിക്കും പറയേണ്ടത്? What should you say when you make that two statement and say therefore? What shall you complete the sentence with? അന്ന് കംപ്ലീറ്റ് ചെയ്തേ. അതുകൊണ്ട് 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 നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലാതെ നിങ്ങൾ കർത്താവിന് വല്ലപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുകയും. നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. വിശ്വാസം വ്യർത്ഥമല്ല. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ. There are many things that you can use to complete it, but എന്നാൽ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. there is one special thing that is mentioned in 1 John chapter 3. 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എന്നാ. Everyone who has this hope in him. ഈ പ്രത്യാശയുള്ളവൻ എല്ലാം വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. And it says everyone who has this hope in him purifies himself just as he is pure. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നവനാണ് ഈ പ്രതിമ ധരിക്കാൻ പോകുന്നത്. ഈ സാദൃശ്യത്തോട് അനുഭവപ്പെടാൻ പോകുന്നു. Because he is pure, one who purifies himself like to be him will be the person who will bear the heavenly man and who will be like him. എത്രയോ ഗൗരവമേറിയതായ ഒരു ചിത്രം. Oh, how much serious or how much Naam. important that thought is. നാം അവനോട് സദൃശന്മാരായി തീരാൻ പോകും. We would be like him. നാം അവന്റെ പ്രതിമ ധരിക്കാൻ പോകും. We are going to bear the image of the heavenly man. അതുകൊണ്ട് And therefore, നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നവനായിരിക്കണം. and that's why we should be able to purify ourselves. നാം എങ്ങനെ നമ്മെ തന്നെ നിർമ്മലീകരിക്കും? How can we purify ourselves? ഇന്നത്തെ നിർമ്മലീകരണം എങ്ങനെയാണ്? How is the purification happening? ദൈവത്തിന്റെ വിലയേറിയ വചനത്താൽ. It is through the scriptures. ദൈവവചനത്താൽ അന്യോന്യം അനുദിനം നാം പുതുക്കം പ്രാപിക്കുവാനിടയായിത്തീരും. We should be able to transform and regenerate through the scriptures, through the word of God. ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ പല സത്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. 1 Corinthians chapter 15 verses 50 onwards, there are many truths that the Spirit of God leads us into. ഒരു ഗ്രേറ്റ് മിസ്റ്ററിയെ പറ്റി വായിക്കുന്നുണ്ട്. There we read about a great mystery. അതുകൂടാതെ ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫിഗറേഷനെ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്. There is a great transfiguration that happens. ഇത് മാത്രവുമല്ല, ഒരു ഗ്രേറ്റ് വിക്ടറിയെ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്. It talks about a great victory there. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ എ ഗ്രേറ്റ് താങ്ക്സ് ഗിവിംഗ്, ഒരു വലിയ നന്ദി പ്രകടനത്തെ പറ്റി കാണാൻ കഴിയുന്നു. And the latter part, it says about a great thanksgiving unto the Lord. ഏറ്റവും ഒടുവിൽ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് 15-ാം അധ്യായം.
And the അതുകൊണ്ട് last verse of chapter 15, it closes in this manner, എന്ന് അറിഞ്ഞിരിക്കയാൽ. knowing that. അടിവരയിടണം കേട്ടോ, ആ വാക്കിന് അടിവരയിടണം. Please underline that verse. നമ്മുടെ കർത്താവ്, അതായത് ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ. Knowing that your labor and the work of the Lord is not vain in the Lord. അറിഞ്ഞിരിക്കയാൽ, അറിഞ്ഞിരിക്കയാൽ. അടുത്തത് എഴുതിയിരിക്കുന്നത് Knowing that. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവി. And abounding in the work of the Lord. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരിക. Abound in the work of the Lord. ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ. If not in one way, another way. ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതി. If not, in this manner, in another manner. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. If not in this way, another way. ഏതെങ്കിലും നിലയിൽ. In whatever way, in whichever way. നാം അവന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. That we should increase or abound in his work. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. It is each of our responsibility. ചെറിയവരുടെയും വലിയവരുടെയും ഉത്തരവാദിത്വമാണ്. A responsibility of the tiny to the elderly. അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, if that is not happening, if it is not being done, വ്യർത്ഥമാണ്, നമ്മുടെ ജീവിതം വ്യർത്ഥമായി തീരും. then our life is in vain. അതിനാർക്കും ഇടയുണ്ടാകാതിരിക്കട്ടെ. Let that not be a case with anyone. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the good Lord help us, and may God bless each one of us. Thank you, Tony. Thank you very much.